ദൈവത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളുമായ തോമസ് ലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തോമസ് എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ട എന്നാണ്. ദിദിമോസ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഗലീല എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി വന്ന ആദ്യത്തെ അപ്പോസ്തലനാണ് മിസ്റ്റർ തോമസ് ലീഹ. AD 52 കേരളത്തിൽ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം വന്നിറങ്ങിയത്. തുടർന്ന് 7 സ്ഥലങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. യേശുവിന്റെ ഊർജ്ജസ്വലനായ ശിഷ്യൻ എന്നാണ് തോമസ് ലീഹ അറിയപ്പെടുന്നത്. മിസ്റ്റർ തോമസ് ലീഹയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. മിസ്റ്റർ യോഹന്നാന്റെ സുവിശേഷങ്ങൾ മാത്രമാണ് അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രമായി വന്നിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു ശിഷ്യനായ മിസ്റ്റർ തോമസ് ലീഹ കേരളത്തിൽ വന്നിറങ്ങിയെന്നും സുവിശേഷ പ്രചരണം നടത്തിയെന്നും അങ്ങനെയാണ് സുറിയാനി ക്രിസ്ത്യാനി സഭ ഉടലെടുത്തതെന്നും വിശ്വസിക്കപ്പെടുന്നു. തമിഴ്നാട്ടിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ക്രിസ്തീയ വിശ്വാസം തിരഞ്ഞെടുക്കുകയും ചെയ്തു. AD 72 ചിന്നമലയിൽ പ്രാർത്ഥനയിലായിരുന്ന അദ്ദേഹത്തെ തന്റെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തുകയും മാരകമായി പരിക്കേറ്റ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. 1972 മിസ്റ്റർ തോമസ് ലീഹയുടെ 19-ാം ജന്മശതാബ്ദി ആചരണ വേളയിൽ പോൾ 6-ാമൻ പാപ്പ അദ്ദേഹത്തെ ഭാരതീയ അപ്പോസ്തലൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി.